These are the different machine-dependent assembler features. Anyway, ആദ്യമേ നമ്മൾ നോക്കാം what is machine dependent. Many features of assemblers depends on the machine architecture because they use their memory, their registers, etc. So, the assembler features which depend on machines are unique. എന്ന് പറഞ്ഞാൽ ആ അസംബ്ലി ലാംഗ്വേജ് ആ ഒരു മെഷീനിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്നാൽ മറ്റ് മെഷീൻസിൽ ദേ ആർ ഡിഫറെൻറ്റ്. Okay, such type of machines of languages like assembly languages which are dependent on that particular machine is called assembly machine dependent assembler features. Okay, എന്നാൽ ആ ഒരു മെഷീനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ അസംബ്ലി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ അത് എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സ് ആ ഒരു മെഷീനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ മെഷീൻ ഇല്ലാതെ ആ ഒരു ഫീച്ചർ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ പറ്റൂ. സച്ച് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആർ കോൾഡ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ്. രണ്ട് ടൈപ്പ് ഓഫ് അസംബ്ലി ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റും അഡ്രസ്സിംഗ് മോഡ്സും, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് പ്രോഗ്രാം റീലൊക്കേഷൻ. അപ്പം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ ഓഫ് രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ആർ ഡൺ യൂസിങ് PC relative or base relative addressing. എന്താണ് PC relative or base relative addressing? നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡിനകത്ത് നമുക്ക് ഒരു നമ്മൾ രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് കറൻ്റ്ലി നമ്മൾ നിൽക്കുന്ന എവിടാണോ ടു അതിന് പെർട്ടിക്കുലർ അഡ്രസ്സ്, ആ ഒരു ലൊക്കേഷൻ നമുക്ക് അതിനകത്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം രജിസ്റ്ററിൽ നിന്ന് മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ആ ഒരു അഡ്രസ്സിംഗ് മോഡിൽ കഴിയും. ഓക്കെ, ഇൻ ദിസ് കേസ് അസംബ്ലർ മസ്റ്റ് കാൽക്കുലേറ്റ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബി അസംബിൾഡ് ആസ് പാർട്ട് ഓഫ് ഒബ്ജക്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പം അസംബ്ലർ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് നമ്മൾ പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഓഫ് ഓർ കറൻറ്റ് അഡ്രസ് ഓഫ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ബീൻ വാലിഡ് ആണോ അല്ലയോ നോക്കുന്നത്. When displacements are too large, instead of PC or base relative use, ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആർ യൂസ്ഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ PC റിലേറ്റീവ് ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് 3ലാണ്. നമുക്ക് 4 ഫോർമാറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയാമല്ലോ. SIC XC ബാറിൽ 4 ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ വലിയ സൈസായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് ഒന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സ്വാഭാവികമായിട്ട് ഫോർമാറ്റ് 3ലാണുള്ളത്. വലിയ സൈസുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റും അഡ്രസ്സിംഗ് മോഡുമാണ് ആദ്യമേ നോക്കുന്നത്. അതിനകത്ത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സിൽ പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടേതായ പെർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡുകളും ഉണ്ട് അല്ലേ. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തന്നെ നമുക്ക് നോക്കുക. LDA, STA, LDCH അങ്ങനെ പല ഓപ്പ് കോഡുകൾ മാത്രമുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓപ്പ് കോഡുകളും അതേപോലെ അതിൻ്റെ കൂടെ വരുന്ന രജിസ്റ്റേഴ്സും തമ്മിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉണ്ട്. അപ്പം ഡിപ്പെൻസ്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ പല ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇറ്റ് ഹാസ് സർട്ടൻ അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. PC റിലേറ്റീവ് ഓർ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നമുക്ക് കണ്ടോ OP, മെമ്മറി. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം ഓപ്പ് കോഡ് അത് കഴിഞ്ഞിട്ട് മെമ്മറി എഴുതും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെർട്ടിക്കുലർ മെമ്മറി എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവണം ഓപ്പ് കോഡ് മെമ്മറി വേറെ ഒരു ഡിനോഷനും ഇല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കണം അത് PC റിലേറ്റീവ് ഓർ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. അത് ഫോർമാറ്റ് 3ലായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ ഓപ്പ് കോഡും @സൈനും യൂസ് ചെയ്യും. എവിടെ? മെമ്മറിയുടെ ഫ്രണ്ടിൽ. ഓക്കെ, ഓപ്പ് കോഡ് കഴിഞ്ഞിട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓപ്പറാൻഡ് എഴുതുന്നത്. ഓക്കെ, ആ മെമ്മറി ലൊക്കേഷൻ എഴുതുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ നമുക്ക് ഓപ്പ് കോഡ് കഴിഞ്ഞിട്ട് # സിമ്പിൾ വരും.
ഹാഷ് സിമ്പിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് തരുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി ബീൻ യൂസ്ഡ്. അടുത്തത് എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ്. എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ് എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ തേർഡ് ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ നമ്മളത് എന്തായിട്ട് കൺവേർട്ട് ആക്കും? ഒത്തിരി മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സിൽ വേണമെങ്കിൽ വി യൂസ് എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ്. ആ എക്സ്റ്റെൻഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് 4 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ഫോർമാറ്റിൽ മനസ്സിലാക്കുന്നത് അത് 4th ഫോർമാറ്റ് ആണെന്ന്? നമ്മൾ ഓപ്പ് കോഡിൻ്റെ ഫ്രണ്ടിൽ, മെമ്മറിയുടെ ഫ്രണ്ടിലല്ല, ഓപ്പ് കോഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലസ് സൈൻ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പം ഇൻഡെക്സിങ് ആണെങ്കിൽ എക്സ് ആണ് ഇൻഡെക്സിങ് മോഡിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ, രജിസ്റ്റർ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പ് കോഡ് 2 മെമ്മറി കോമ എക്സ്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ഓപ്പ് കോഡ് ഓഫ് മെമ്മറി കോമ എക്സ്. നമ്മൾ കൗണ്ടറൊക്കെ യൂസ് ചെയ്യത്തില്ല ഐ എന്ന് പറഞ്ഞിട്ട്, അതിന് പോലെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് രജിസ്റ്റർ ആണ് ഈ എക്സ്. അപ്പം നമുക്കത് ഓഫ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ്. അത് നമ്മൾ നേരത്തെ നോക്കുന്നതാണ്. നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സായിട്ട് 2 ഉണ്ട്, എസും ടിയും. അപ്പോൾ SICയെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ രജിസ്റ്റേഴ്സ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റേഴ്സ് തമ്മിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ്. അവിടെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്. ലാർജ് മെമ്മറി, ഞാൻ പറഞ്ഞ SIC എക്സിക്കകത്ത് ലാർജ് എമൗണ്ട് ഓഫ് മെമ്മറി ഉണ്ടായതുകൊണ്ട് നമുക്കിവിടെ മൾട്ടി പ്രോഗ്രാമിംഗ് നമുക്ക് നടക്കും. അപ്പം പല പല പ്രോഗ്രാംസ് അറ്റ് എ ടൈം നടക്കുന്ന രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് പ്രോഗ്രാം അലൊക്കേഷൻസ് പല ലൊക്കേഷൻസിലായിട്ട് നമുക്ക് നടത്താം അറ്റ് എ സിംഗിൾ ടൈം, സിങ്ക്രണസറി. ഇനി ഇത്രയാണ് SIC എക്സിയിലെ അഡ്രസ്സിംഗ് മോഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സെറ്റുകൾ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അസംബ്ലി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്. അപ്പം there are different translations. രജിസ്റ്റർ ട്രാൻസ്ലേഷൻ ഉണ്ട്, അഡ്രസ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. രജിസ്റ്റർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 2 രജിസ്റ്റേഴ്സുകൾ തമ്മിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് രജിസ്റ്റർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അഡ്രസ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. അതിന് ഹെക്സാഡെസിമൽ വാല്യൂകൾ കാണുക ഓപ്പ് കോഡുകൾക്കൊക്കെ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതൊരു SIC എക്സി ബാർ പ്രോഗ്രാമാണ്. അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഹാഷ് യൂസ് ചെയ്തേക്കുന്നുണ്ടോ? LDB ഹാഷ് ലെങ്ത് കാണുമ്പോൾ നമുക്കറിയാതെ എന്ത്, അതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. പ്ലസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. പിന്നെ കണ്ട ഇവിടെ ഹാഷ്, പിന്നെ ഇവിടെ പ്ലസ് എക്സ്റ്റെൻഡഡ് ആണ്. പിന്നെ @ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലായി? ഇൻഡയറക്റ്റ് മോഡാണെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ ഇതൊക്കെ അസംബ്ലി ഡയറക്റ്റീവ്സ് ആണ്. ഇത് സ്റ്റാർട്ട്, പിന്നെ നമ്മുടെ ഇനിഷ്യലി എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു SIC എക്സിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു SIC എക്സി പ്രോഗ്രാമാണ്. ഈ ഹാഷ് എന്തിനെ യൂസ് ചെയ്യുന്നത്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്. നമ്മൾ ആർക്കിടെക്ചർ ഓഫ് SIC എക്സി പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പറയുന്നതാണ് SIC എക്സിയുടെ ഫോർമാറ്റ്സ്. അപ്പോൾ ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3, ഫോർമാറ്റ് 4. ഫോർമാറ്റ് 1 ഓപ്പ് കോഡിന് 8 ബിറ്റ് മാത്രമാണുള്ളത്. ഓപ്പ് കോഡ് മാത്രമേ കാണൂ. അതിന് എക്സാമ്പിൾ R സബ്. പിന്നെ വരുന്ന ഫോർമാറ്റ് 2 ആണ്. ഫോർമാറ്റ് 2 നമുക്ക് ഓപ്പ് കോഡിൻ്റെ കൂടെ 2 രജിസ്റ്റേഴ്സ് കാണും, R1, R2. അതിനകത്ത് ഓപ്പ് കോഡിന് 8 ബിറ്റും R1, R2 2 രജിസ്റ്റേഴ്സിന് 4 ബിറ്റ് വീതമാണ്. ഫോർമാറ്റ് 3 24 ബിറ്റ്സ് ആണ്. അതിനകത്ത് NIX BPE എന്നുള്ള സിംഗിൾ ബിറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ബൈറ്റ്സുകളും ഉണ്ട്. ഈ ബൈറ്റ്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കുറേ മീനിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് പഠിക്കുക. അത് 6 ബിറ്റ്സ് ആണ്.
പിന്നെ അത് 24 ബിറ്റ്സാണ് ടോട്ടലി ഫോർമാറ്റ് 3ൽ വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 12 ബിറ്റുമാണ്. പിന്നെ വരുന്ന ഫോർമാറ്റ് 4 ആണ്. ഫോർമാറ്റ് 4ൽ നമുക്ക് ഇതേപോലെ ഓപ്പ് കോഡ് 6 ബിറ്റ് തന്നെ വരും. പിന്നെ സിംഗിൾ ബിറ്റ്സായി NIX BPE വരും. അത് കൂടാതെ അഡ്രസ്സ് വരും വിച്ച് ഇസ് 20 ബിറ്റ്സ്. അപ്പോൾ ആ അഡീഷണൽ 6 ബിറ്റ്സ് കൊണ്ട് ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32 ബിറ്റ്സ് കിട്ടും. ഓക്കെ, 8 ബിറ്റ്സ്. ഇനി ഏതൊക്കെയാണ്? അപ്പം നമുക്ക് ഈയുടെ വാല്യൂ ഇപ്പോൾ NIX BPEയിൽ നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നോക്കുന്നത്. അത് ഓൾറെഡി നോക്കി വെച്ചേക്കണം. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ NIX BPEക്കകത്ത് ആണ്. ഡിനോട്ട് ചെയ്യുന്നതാണ് ഫോർമാറ്റ് 3 ആണോ ഫോർമാറ്റ് 4 ആണോ എന്ന് മനസ്സിലാക്കുന്ന യൂസ് ചെയ്യുന്ന ബൈറ്റാണ് ബൈറ്റ്. ബൈറ്റ് 0 ആണെങ്കിൽ ഫോർമാറ്റ് 3 ആയിരിക്കും. ബൈറ്റ് 1 ആണെങ്കിൽ ഫോർമാറ്റ് 4 ആയിരിക്കും. അതേപോലെ പിയും കോമ്പിനേഷൻസ്. ബിയും പിക്കകത്ത് ബിക്ക് 0യും പി = 1. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്ത് മനസ്സിലാവും? നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പി = 1 എന്നൊരു കേസ് വരുവാണെങ്കിൽ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. അത് കോമ്പിനേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. B = 0, P = 1 ആ സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഓർത്തിരിക്കുക എളുപ്പത്തിൽ നമുക്ക് നോക്കാം. P = 1 എന്ന രീതിയിലാണെങ്കിൽ ഇത് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അവിടെ നമുക്ക് ടാർഗറ്റ് അഡ്രസ്സ് കാണണമെങ്കിൽ what we do is ടാർഗറ്റ് അഡ്രസ് ഓർ എഫക്റ്റീവ് അഡ്രസ് = PC റിലേറ്റീവ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ ആയിരിക്കും ടാർഗറ്റ് അഡ്രസ്സ് കാണുന്നത്. ഓക്കെ, അടുത്തത് B = 1, P = 0 എന്ന് പറഞ്ഞാൽ B = 1 എന്ന സ്റ്റേജ് വരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അവിടെ ബേസ് റിലേറ്റീവ് ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് ബേസ് അഡ്രസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് പ്ലസ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അവിടെ PC ഇല്ല. ഓക്കെ, ബേസ് റിലേറ്റീവ് നമുക്ക് എന്താണോ തരുന്നത് അതിൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് അഡ്രസ് വാല്യൂ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് B = 0, P = 0 എന്ന് പറഞ്ഞാൽ എന്താ? B = 0, P = 0 രണ്ടിനും വാല്യൂ ഇല്ലെങ്കിൽ അതായത് PC അല്ല ബേസും അല്ല, അത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ്റെ കൂടെ നമുക്ക് ഇൻഡെക്സ് രജിസ്റ്റേഴ്സും വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡും കൂടെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ NIX BPEക്കകത്ത് ഈ ബിയും ബിയുടെയും കൂടെ എക്സിൻ്റെ വാല്യൂ 1 വരുവാണെങ്കിൽ അഡീഷണൽ ടു ദിസ് നമുക്ക് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡും കൂടെ കാണും. അങ്ങനത്തെ കേസിലാണെങ്കിൽ വാട്ട് വി ഡു ഈസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് PC പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ ബേസ് റിലേറ്റീവ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ലേ, അതിൻ്റെ കൂടെ നമുക്ക് ഇൻഡെക്സും കൂടെ കാണും. എക്സിൻ്റെ വാല്യൂ ഐദർ 0 ഓർ 1 ആയിരിക്കും. അപ്പം ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ എഫക്റ്റീവ് അഡ്രസ്സ് കാണുന്നതിൻ്റെ കൂടെ ഇൻഡെക്സും കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, B = 0, P = 1, X = 1 ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ PC പ്ലസ് X പ്ലസ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇനി Nഉം Iയുടെയും കോമ്പിനേഷനാണ്. N = 0, I = 1 എങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. I = 1 എന്ന് ആലോചിച്ചാൽ മതി, ഇൽ ബി ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. N = 1, I = 0 ആണെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. ഓക്കെ, ഇനി Nഉം 1ഉം രണ്ടും അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ ഇത് ഒന്നും അല്ലാത്ത കേസാണ്, ഇമ്മീഡിയറ്റും അല്ല ഇൻഡയറക്റ്റും അല്ല. ഓക്കെ, ഇൻഡയറക്റ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഷിൻ്റെ കൂടെ വരുന്ന എന്ത് കോൺസ്റ്റൻ്റ് ആണോ അത് ഡയറക്റ്റ്ലി ഓപ്പറൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോയിന്റിൻ്റെ കൺസെപ്റ്റാണ്. ഒരു അഡ്രസ്സായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, ആ അഡ്രസ്സിനകത്ത് കറക്റ്റ് വാല്യൂ ആയിരിക്കത്തില്ല, അതിനകത്ത് വേറെ എവിടെയോ ഇരിക്കുന്നതിൻ്റെ സെല്ലിരിക്കുന്ന അഡ്രസ്സായിരിക്കും. ആ അഡ്രസ്സ് ചെല്ലുമ്പോഴേ നമുക്ക് വാല്യൂ കിട്ടും. ഒരു അഡ്രസ്സിനകത്ത് നിന്ന് നമുക്ക് വേറൊരു അഡ്രസ്സ് കിട്ടും, ആ അഡ്രസ്സിലായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇത് രജിസ്റ്റർ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോ, രജിസ്റ്റർ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ രജിസ്റ്റേഴ്സ് നമുക്ക് AX, L, PC, സ്റ്റാറ്റസ് വേർഡ്, ബേസ്, അങ്ങനെ STR, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഫ്ലോട്ടിംഗ് വാല്യൂ, ഇത്രയും രജിസ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ.
ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് നമുക്കുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർമാറ്റ് 1, 2, 3, 4 എക്സാമ്പിൾസ് 6 സബ് ഓപ്പ് കോഡ് മാത്രം 2 ഇതാണെങ്കിൽ കമ്പയർ A, S, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോണം. അതിനുശേഷം രജിസ്റ്റർ ട്രാൻസ്ലേഷൻ്റെ കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, കമ്പയർ A, S എന്ന് പറയുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് A004 എന്നാണ്. അതിൻ്റെ റീസൺ A0 എന്ന് പറയുന്നത് കമ്പയറിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ, 04 എന്ന് പറയുന്നത് ഈ രജിസ്റ്ററിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഓരോന്നിനും അതിൻ്റെതായ രജിസ്റ്റർ വാല്യൂസ് ഉണ്ട്. അപ്പം എയുടെ വാല്യൂ 0 ആണ്, എസിൻ്റെ വാല്യൂ 4 ആണ്. അതുകൊണ്ടാണ് നമുക്ക് A004 എന്ന് എഴുതുന്നത്. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ അതിനകത്ത് ആവുന്നത്. ഇനി PC റിലേറ്റീവ് അഡ്രസ്സിങ് മോഡുകൾക്ക് എങ്ങനെയാണ് അഡ്രസ്സിങ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിതൊരു ലൈൻ ഓഫ് കോഡിലാണ്. അപ്പോൾ 10th ലൈനിൽ നമ്മൾ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ 000 ആണ് വെച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് STL റിട്ടേൺ അഡ്രസ്, RETADR എന്ന് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ അഡ്രസ്സിൻ്റെ ഒരു പേരാണ്. അപ്പോൾ അവിടുത്തെ നമ്മളുടെ ഈ 17202D എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമുക്ക് അറിയാം ഇതാണ് നമ്മുടെ ഫോർമാറ്റ് 3. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത് ഫോർമാറ്റ് 3 ആണ്. ഓപ്പ് കോഡ് മാത്രമാണെങ്കിൽ ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2ൽ രജിസ്റ്റേഴ്സ് വരും. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഫോർമാറ്റ് 3 ആണ്. അപ്പം നമുക്ക് ഇവിടെ ഈ അഡ്രസ്സിന് പകരം അഡ്രസ്സ് അല്ല വരുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എത്ര ബിറ്റ്? 12 ബിറ്റ്. ഓക്കെ, അത് തിരുത്തിക്കോണം നിങ്ങൾ എഴുതുമ്പോൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു റിട്ടേൺ അഡ്രസ് മൈനസ് PC. അപ്പം നമുക്ക് എഫക്റ്റീവ് അഡ്രസ് ഈക്വൽ ടു മെമ്മറി പ്ലസ് അല്ലെങ്കിൽ PC പ്ലസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടും. നമ്മളിത് തിരിച്ച് ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കുക. അപ്പം നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റിട്ടേൺ അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ടി വരും. റിട്ടേൺ അഡ്രസ്സ് ചെയ്യുമ്പോൾ എങ്ങനെ? ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് PC. റിട്ടേൺ അഡ്രസ്സാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു റിട്ടേൺ അഡ്രസ് മൈനസ് PC. റിട്ടേൺ അഡ്രസ്സിൻ്റെ അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട് 30 ആണെന്ന്. PC എന്ന് പറയുമ്പം എന്താണ്? ഇത് നമ്മുടെ 0th ലൊക്കേഷനാണ്, അല്ലെങ്കിൽ 000 അഡ്രസ് ലൊക്കേഷനാണ്. അപ്പോൾ ഇതൊരു നോർമൽ ഇൻസ്ട്രക്ഷൻ സെറ്റാണ്, 3 ബൈറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ സ്വാഭാവികമായി 3 ബൈറ്റ്സ് മുമ്പോട്ടായിരിക്കും അടുത്ത ലൊക്കേഷൻ. PCയിലിരിക്കുന്നത് എന്താണ്? അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് കണ്ടന്റ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ 30 മൈനസ് 3 ആയിരിക്കും. അപ്പം നമ്മൾ ഹെക്സാഡെസിമലിൽ അതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2D എന്ന് കിട്ടും അല്ലേ? 2D എന്ന് കിട്ടും. 30 മൈനസ് 3 ചെയ്യുമ്പോൾ 2D എന്ന് കിട്ടും. ഓക്കെ, 30 മൈനസ് 3 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്യണം. ബോറോ ചെയ്യുന്നത് 16 എന്ന വാല്യൂ ആയിരിക്കും ബോറോ ചെയ്യുന്നത്, ഹെക്സാഡെസിമൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം 16 മൈനസ് 3 എന്ന് പറയുമ്പോൾ വോട്ട് വി ഗെറ്റ് ഇസ് 13 കിട്ടും അല്ലേ? 13 എന്ന് പറയുന്നത് D ആണ് ഹെക്സാഡെസിമലിൽ. 30/30 മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ബോറോ ചെയ്യണം 16 മൈനസ് 3 എന്ന് പറയുന്നത് D ആണ്. പിന്നെ 2 ആയിരിക്കും ഇവിടെ ബാക്കിയുള്ളത്. ആ 2നെ നമ്മൾ താഴോട്ടെടുക്കുമ്പോൾ 2D എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് 2D ആക്ച്വലി കിട്ടുന്നത്. ഇപ്പോൾ ഹെക്സാഡെസിമൽ കൺവേർഷൻസ് ഒക്കെ നോക്കിക്കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പ് കോഡ് ഇവിടെ ഓപ്പ് കോഡ് 6 ബിറ്റ്സ് ആണ്. അത് 14 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബൈനറി വാല്യൂ ആണത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യുക. അതിനകത്ത് 6 ബിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 6 ബിറ്റ്സുകളെ മാത്രമേ നമ്മൾ ഇൻപുട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ NIX BP എന്ന് പറയുമ്പം ഇവിടെ നമുക്കറിയാം ഇതൊരു PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആയതുകൊണ്ട് Pക്ക് മാത്രം 1 കൊടുക്കും. ഇത് ഫോർമാറ്റ് 3 ആയതുകൊണ്ട് Eയിൽ 0 കൊടുക്കും. പിന്നെ ഇതൊരു ഇമ്മീഡിയറ്റും അല്ല ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡും അല്ലാത്തതുകൊണ്ട് Nനും Iക്കും 1 കൊടുക്കും. ഇൻഡെക്സ് അഡ്രസ്സിംഗ് ഇല്ലാത്തത് കൊണ്ട് 0 കൊടുക്കും. ബേസ് അഡ്രസ്സിംഗ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് NIX BP കിട്ടുന്നത്. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2D ഹെക്സാഡെസിമൽ വാല്യൂ നമുക്ക് 12 ബിറ്റാണ്. ഈ 2 എണ്ണം മാത്രം ആകുമ്പോൾ നമുക്ക് 12 ബിറ്റ് കിട്ടത്തില്ല, 8 ബിറ്റ് ആവത്തുള്ളൂ. അപ്പം 9 ബിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള
ബാക്കി ബിറ്റ് കൊണ്ട് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ 12 ബിറ്റ് വരും. അങ്ങനെ നമ്മൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ 4 ബിറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് കോഡ്. അപ്പം ആദ്യത്തത് 4 ബിറ്റ് വരുമ്പോൾ 1, പിന്നെ അതിന് അടുത്ത 4 ബിറ്റോട് ആഡ് ചെയ്യുക 0 1 1 1, അപ്പോൾ 7 വരും. പിന്നെ 0 0 1 0 2 വരും. പിന്നെ നമ്മുടെ ബാക്കി 2D. അങ്ങനെയാണ് നമുക്ക് ഈ അഡ്രസ്സിംഗ് മോഡ് കിട്ടുന്നത്. അതേപോലെ തന്നെ സെയിം PC റിലേറ്റീവ് വേറൊരു എക്സാമ്പിളാണ് ഇതെങ്ങനെ കിട്ടുന്നതാണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു സി ലൂപ്പ് മൈനസ് നമ്മുടെ ഓപ്പ് കോഡ് മൈനസ് നമ്മുടെ PC. അപ്പം PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. അപ്പം സി ലൂപ്പ് നമുക്ക് 6 തന്നിട്ടുണ്ട്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പം 17 ആണ് ഇപ്പോഴത്തെ അഡ്രസ്സ്, +3 എന്ന് പറയുമ്പോൾ 17 18 19 1A. അപ്പോൾ ആ 1A ആണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 6 1A മൈനസ് ചെയ്യുമ്പോൾ 14 വരുന്നു. 14ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആണ് FEC. ഓക്കെ, 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആണ് FEC എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നോക്കുക. -14 ആണ് കേട്ടോ. -14 കിട്ടുന്ന എങ്ങനെ? നമ്മൾ -14 എഴുതുമ്പം അത് 2's കോംപ്ലിമെൻ്റ് ആയിട്ട് എഴുതാൻ നോക്കണം. അപ്പം 2's കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം അതിനെ ബൈനറി ആക്കണം, എന്നിട്ട് 1's കോംപ്ലിമെൻ്റ് എടുക്കണം, എന്നിട്ട് അതിനകത്ത് 1 ആഡ് ചെയ്യുമ്പോൾ 2's കോംപ്ലിമെൻ്റ് കിട്ടും. എന്നാലേ നെഗറ്റീവ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കാണുന്നത്, FEC. എന്നിട്ട് ഓപ്പ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട് 3C എന്നാണ്. നമ്മുടെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 3C ആണ്. അപ്പോൾ അതിനെ ബൈനറി ആക്കുമ്പോൾ അതിൻ്റെ 6 ബിറ്റ്സ് മാത്രം നമ്മൾ ഡിനോട്ട് ചെയ്യുക. പിന്നെ ഇത് അഡ്രസ്സിംഗ് മോഡ് PC ആയതുകൊണ്ട് ഇവിടെ 1, E എന്ന് പറയുമ്പം 0, ഫോർമാറ്റ് 3 ആയതുകൊണ്ട് ഇൻഡെക്സിങ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, ബേസും യൂസ് ചെയ്യുന്നില്ല, Nഉം Iയും ഇമ്മീഡിയറ്റും അല്ല ഡയറക്റ്റും അല്ലാത്തതുകൊണ്ട് 1 1 കൊടുക്കുന്നു. ഇത് 4 ബിറ്റ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഇനി അടുത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ട്രാൻസ്ലേഷൻ. അത് നമുക്ക് #3 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പം നമുക്ക് ഇവിടെ ഏത് വാല്യൂ ആണോ അഡ്രസ്സിംഗ് മോഡിൽ നിന്ന് ആ കൊടുത്ത കോൺസ്റ്റന്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ള അഡ്രസ് വാല്യൂ. അപ്പം 10.0.0.3 അതായിരിക്കും നമ്മുടെ അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇവിടെയും അഡ്രസ്സുകളല്ല കേട്ടോ, ഇതെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ്. പിന്നെ ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആയതുകൊണ്ട് I ആയിരിക്കും 1 കൊടുക്കുന്നത്, N 0 ആയിരിക്കും, ബാക്കിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫോർമാറ്റ് 3 ആയതുകൊണ്ട് E 0 ആണ്. പിന്നെ ഓപ്പ് കോഡ് LDയുടെ ഓപ്പ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട് 00 ആണെന്ന്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഓപ്പ് കോഡ് എഴുതുക ഫുൾ 0 ആയിട്ട്. നമുക്ക് അവസാനത്തെ 3 എണ്ണം മതി, കാരണം 12 ബിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ എക്സ്റ്റൻഡ് ഫോർമാറ്റ് എന്ന് എങ്ങനെ മനസ്സിലായി? പ്ലസ് വന്നു, അപ്പം ഫോർമാറ്റ് 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഓപ്പ് കോഡ് തന്നിട്ടുണ്ട് 74, അതിൻ്റെ ബൈനറി എടുക്കുക, അതിൻ്റെ 6 ബിറ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. NIX VPEക്കകത്ത് ഇമ്മീഡിയറ്റ് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ്. അതേപോലെ എക്സ്റ്റൻഡ് ഫോർമാറ്റ് ആയതുകൊണ്ട് E 1 ആയിരിക്കും, ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് I 1 ആയിരിക്കും. ബാക്കിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാം 0 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓപ്പ് കോഡ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഡയറക്റ്റായിട്ട് ഹാഷ് ആകുമ്പോൾ 4096ൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 1000. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. 4096നെ ഡിവൈഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 1000 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഡിവൈഡ് അല്ല, സോറി, അതിനെ നമ്മൾ ഇൻറ്റു, ഇപ്പം ഈ ഒരു ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1000 0 ഇൻറ്റു 16 പിന്നെ പ്ലസ് 0 ഇൻറ്റു 16 ഏറ്റവും ലാസ്റ്റ് 1 ഇൻറ്റു 16 അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ 16 ക്യൂബ് ചെയ്യുമ്പോൾ 4096 വരും. അതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്നതാണ് പറഞ്ഞത്. അതിനെ നമ്മൾ അഡ്രസ്സാക്കി ഡിനോട്ട് ചെയ്ത് കൊടുക്കുക ഹെക്സാഡെസിമലിൽ. ഓക്കെ, എന്നിട്ട് അത് 4 ബിറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് കൂടെ കിട്ടും. ഇതാണ് നമ്മുടെ രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്. അപ്പം അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതൊക്കെയാണ് ഇപ്പം പറഞ്ഞത്. ഇനി മാക്സിമം ഫോർമാറ്റ് 3 12 ബിറ്റ് അഡ്രസ് ഫീൽഡ് ഉണ്ട്. അത് ബേസ് റിലേറ്റീവ് ആകുമ്പം 0 to 4095 വരെയാണ് സൈസ്. അതിനേക്കാളും എക്സ്റ്റൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വലുതായിട്ട് ഉള്ള മെമ്മറി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ PC റിലേറ്റീവ് ആയിരിക്കും നമ്മൾ ആദ്യമേ ഡിഫോൾട്ട്ലി യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും വലുതാവുകയാണെങ്കിൽ നമ്മൾ ബേസ് റിലേറ്റീവ് നോക്കുന്നത്
പിന്നെ ബേസ് റിലേറ്റീവിനെക്കാളും വലുതായിട്ടുള്ള ഇതാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്ട് വി യൂസ് എക്സ്റ്റെൻഡഡ് ഫോർമാറ്റായിട്ട് ഫോർമാറ്റ് 4 പോകും. ഓക്കെ. പിന്നെ ഇനി അടുത്തത് പ്രോഗ്രാം റീലൊക്കേഷൻ ആണ്.